നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും മറ്റു ക്ഷേമനിധി പദ്ധതികളും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ അറിയിപ്പാണിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ വിതരണ നടത്തിപ്പിനായി സംസ്ഥാനം 6000 കോടി രൂപയുടെ വായ്പാ അനുമതിക്കായി കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും 1400 കോടിയോളം രൂപയുടെ നികുതി വിഹിതവും 1100 കോടി രൂപയുടെ വായ്പാ അനുമതിയും ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കടമെടുപ്പ് പരിധി നേരത്തെയാക്കി നൽകിയതും. ജനുവരി മാസത്തിൽ തന്നെ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യണമെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വിവിധ മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണ നടത്തിപ്പിനും മറ്റു ദൈനംദിന ചിലവുകൾക്കും തുക കണ്ടെത്തേണ്ട സാഹചര്യം ഉള്ളതിനാലാണ് പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിയാത്തത്. എന്നാൽ ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ 2 അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും 900 കോടി രൂപയുടെ വായ്പാ അനുമതി ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാനം ഈ മാസം 9-ന് 900 കോടി രൂപയുടെ കടപ്പത്രം ഇറക്കും. കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇകുബർ പോർട്ടൽ വഴി നടക്കും. വിവിധ ക്ഷേമ വികസന പദ്ധതികൾക്കായാണ് കടമെടുപ്പ്. വരാൻ പോകുന്ന ബജറ്റ് കണക്കിലെടുത്ത് ഇതുവരെ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ, 1 വർഷത്തോളം കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, ഇവ ഒരു പരിധിവരെ വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കുമുള്ള സമയപരിധി നീട്ടി നൽകി. ഈ മാസം 20 വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് ആനുകൂല്യം ലഭ്യമാകും. വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.